അർജുൻ മട്ടന്നൂരുമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ. ഇപ്പോൾ 52 കരകളെ പ്രതിനിധാനം ചെയ്ത് 52 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുകയാണ്. 50 പള്ളിയോടം മത്സരം വള്ളംകളിയിൽ പങ്കെടുക്കുന്നു. എ ബാച്ചിൽ 35 പള്ളിയോടം, ബി ബാച്ചിൽ 17 പള്ളിയോടം. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇങ്ങനെ 52 വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ ആഘോഷത്തിനുള്ളത് എന്നുള്ളതാണ്. അർജുൻ അവിടെ സമ്മേളനം തുടരുകയാണ്. പ്രധാനപ്പെട്ട VIP-കളൊക്കെ അവിടെയുണ്ട്. കേന്ദ്ര ഫിഷറീസ് മന്ത്രി അടക്കമുണ്ട്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രിയുണ്ട്. മന്ത്രി KN ബാലഗോപാൽ, വീണ ജോർജ്, സജി ചെറിയാൻ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? സ്മൃതി, പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാരായ KN ബാലഗോപാൽ, PA മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, സജി ചെറിയാൻ എന്നിവരൊക്കെ തന്നെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോരുത്തരായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഒരു ഭാഗത്ത് ജലഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ പള്ളിയോടങ്ങളൊക്കെ തന്നെ നിരനിരയായി ഒന്നിനു പിറകെ ഒന്നായി ഒരേ താളത്തിൽ, വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ഈ സത്രംകടവിൽ നിന്ന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ബാച്ച് പള്ളിയോടങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഴുവൻ പള്ളിയോടങ്ങളും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തും. അതിനുശേഷം 3 മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 3ഓ 4ഓ പള്ളിയോടങ്ങൾ വീതമുള്ള ഓരോരോ ഹീറ്റ്സ് മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൽ സമയം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ചമയം, അതോടൊപ്പം തന്നെ തുഴച്ചിൽ, ഈ പാട്ട് ഒക്കെ തന്നെയാണ് നോക്കാറുള്ളത്. ഇത്തവണ നെഹ്റു ട്രോഫിയുടെ മാതൃകയിൽ സമയം കൂടി നോക്കുന്നു എന്നതാണ് പ്രത്യേകത. എന്തായാലും ഏറ്റവും വേഗത്തിലെത്തുന്ന ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിക്കുന്ന പള്ളിയോടങ്ങളായിരിക്കും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. എന്തായാലും എ ബാച്ചിൽ തന്നെ 9 ഹീറ്റ്സ് മത്സരങ്ങളുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരമാണ് ഈ മത്സരം നടക്കുന്ന സ്ഥലത്ത് ഉള്ളത്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് 1 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഏതാണ്ട് 5 മിനിറ്റോളം സമയം എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 3 മണിയോടുകൂടി തന്നെ മത്സര വള്ളംകളികൾ ആരംഭിക്കും. 52 പള്ളിയോടങ്ങൾ, 52 കരകളുടെ 52 പള്ളിയോടങ്ങൾ ഇത്തവണ അണിനിരക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ 2 പള്ളിയോടങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും 50 പള്ളിയോടങ്ങളാണ് ഇപ്പോൾ ഈ മത്സര വള്ളംകളിയിൽ ഉണ്ടാവുക. മുഴുവൻ പള്ളിയോടങ്ങളും ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് പൊതുസമ്മേളനം നടക്കുന്ന സത്രംകടവ് ഭാഗത്ത് നിന്ന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അവസാന ബാച്ച് പള്ളിയോടങ്ങളും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ കർക്കശമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഫയർഫോഴ്സിന്റെയും മറ്റും പോലീസിന്റെയും അടക്കം സുരക്ഷാ ബോട്ടുകളും എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. എന്തായാലും ഈ 1 കിലോമീറ്ററിലധികം വരുന്ന ദൂരം ഇരുകരകളിലും, പമ്പയാറിന്റെ ഇരുകരകളിലുമായി ഈ ജലമേള കാണാൻ വേണ്ടി, ഈ വള്ളംകളി കാണാൻ വേണ്ടി നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവർക്ക് മുന്നിലൂടെ അല്പസമയത്തിനകം തന്നെ പള്ളിയോടങ്ങൾ മത്സര വള്ളംകളി ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം എ ബാച്ചിന്റെ മത്സരങ്ങളായിരിക്കും. ഇതിൽ 9 ഹീറ്റ്സ് മത്സരങ്ങളുണ്ട്. 3 മണിക്ക് തന്നെ മത്സരങ്ങൾ ആരംഭിക്കും. അതിനുശേഷം ഏതാണ്ട് 5 മണിയോടുകൂടി ഫൈനൽ മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എ ബാച്ചിൽ നിന്നും ഏറ്റവും വേഗതയിൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടെത്തുന്ന 4 പള്ളിയോടങ്ങളായിരിക്കും ഫൈനൽ മത്സരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. അതോടൊപ്പം തന്നെ ബി ബാച്ചിൽ നിന്നും 4 പള്ളിയോടങ്ങൾ ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. 2 ഫൈനൽ മത്സരങ്ങൾ ഉണ്ടാകും. ഒടുവിൽ ഈ എ ബാച്ചിൽ നിന്നും ബി ബാച്ചിൽ നിന്നും ഓരോ വിജയികൾ ഉണ്ടാകും. ഇവരെയാണ് ഈ മന്നം ട്രോഫി കാത്തിരിക്കുന്നത്. എന്തായാലും ഇത് വള്ളംകളിയുടെ ഒരു മാസമാണ്. സാധാരണ നെഹ്റു ട്രോഫി കഴിഞ്ഞ ശേഷമാണ് ഉത്രട്ടാതി വള്ളംകളി അടക്കം ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ നെഹ്റു ട്രോഫി മാറ്റിവെച്ചിരിക്കുന്നു. ഈ മാസം 28-ാം തീയതി ആലപ്പുഴ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാനിരിക്കുന്നു. അതിനു മുൻപ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നു. എന്തായാലും വള്ളംകളിയുടെ ജലോത്സവത്തിന്റെ ഒരു മാസമാണിത്. എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ നിരവധി വള്ളംകളികൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ വലിയ ആവേശത്തോടുകൂടി വള്ളംകളി പ്രേമികൾ, ജലോത്സവ പ്രേമികളൊക്കെ തന്നെ ഓരോ ദിനവും ഓരോ മേഖലയിലെ വള്ളംകളി കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആറന്മുള ജലമേള, ഉത്രട്ടാതി ജലമേളയ്ക്ക് ശേഷം ഈ മാസം നെഹ്റു ട്രോഫി വള്ളംകളി കൂടി നടക്കുന്നതോടുകൂടി ജലോത്സവത്തിന്റെ ഒരു ആവേശമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉത്രട്ടാതി വള്ളംകളിയുടെ ഭാഗമായി
ഈ പള്ളിയോടങ്ങളൊക്കെ തന്നെ ഇവിടെ രാവിലെ മുതൽ തന്നെ ഈ പമ്പയാറ്റിൽ പള്ളിയോടങ്ങൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പള്ളിയോടങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും ദൂരെയുള്ള ഹരിപ്പാട് നിന്നുള്ള പള്ളിയോടങ്ങൾ വരെ രാവിലെ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും വലിയ ആവേശത്തോടുകൂടി വലിയ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ജലമേള നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജലഘോഷയാത്രയാണ് ഇപ്പോൾ നടന്നത്. മുഴുവൻ പള്ളിയോടങ്ങളും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എല്ലാ പള്ളിയോടങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നേരത്തെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം ഈ ഓർഡർ പ്രകാരം ഓരോ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കും. ഇതിൽ ആദ്യ ഹീറ്റ്സ് മത്സരം 3 മണിക്ക് തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പൂവത്തൂർ പടിഞ്ഞാറ്, മല്ലപ്പുഴശ്ശേരി, എടശ്ശേരിമല കിഴക്ക് എന്നിവയൊക്കെയായിരിക്കും ആദ്യ ഹീറ്റ്സ് മത്സരത്തിൽ ഉണ്ടാവുക. എന്തായാലും സമയമെടുക്കും. ഏതാണ്ട് 9 ഹീറ്റ്സ് മത്സരങ്ങൾ എ ബാച്ചിൽ മാത്രമുണ്ട്. അതിനുശേഷം 5 ഹീറ്റ്സ് മത്സരങ്ങൾ ബി ബാച്ചിലുമുണ്ട്. അതിനുശേഷമായിരിക്കും റണ്ണേഴ്സ് അപ്പിനുള്ള മത്സരങ്ങൾ ഉണ്ടാവുക. അതായത് അർജുൻ, മത്സരങ്ങൾക്ക് ഇനി ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ